ഓക്കെ. വെള്ളം വരുന്നുണ്ട്, ഒരു കുളമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കേൾക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ പിടിച്ചിട്ട് അല്ലേ. ആദ്യം എന്തെങ്കിലും ഒന്ന് പറ. 745 സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള അട്ടപ്പാടിയിലെ ഓക്കെ, സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് അട്ടപ്പാടിയിലെ ഒരു പൂട്ടിപ്പോയ കോറിയാണ്. ഏകദേശം 745 സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് അതിൻ്റെ പകുതി പ്രദേശങ്ങളോളം വളരെ കുറച്ച് മഴ ലഭിക്കുന്ന മഴനിഴൽ പ്രദേശങ്ങളാണ്. മഴ കൂടുതലൊക്കെ ലഭിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. മഴനിഴൽ പ്രദേശങ്ങൾക്കും മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങൾക്കും ഇടയിലുള്ള താരതമ്യേന വലിയ രൂക്ഷമായ മഴപ്പെയ്ത്തോ അല്ലെങ്കിൽ മലയിടിച്ചിലോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്ത് ഒരു 10-20 വർഷം മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു കോറിയാണ്, പാറക്കോറിയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടിന്യൂ.
പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ പല വിധത്തിൽ തൊഴിലുകൊണ്ട് വീട് പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, വീടും റോഡും പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളിൽ സഹായിച്ചു. ഈ കോറി ഒരു ജീവസന്ധാരണത്തിനുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണോ അവിടെ ഇരിക്കാൻ? അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് അട്ടപ്പാടിയിലെ ഒരു പൂട്ടിയിട്ടപ്പെട്ട നിർത്തിവെക്കപ്പെട്ട ഒരു കോറിയുടെ മുന്നിലാണ്. ഒരു 20 വർഷം മുന്നേ തന്നെ ഈ കോറിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പരിസ്ഥിതി തീവ്രവാദം അതിൻ്റെ എല്ലാ ഭീകരതകളോടും കൂടി നിറഞ്ഞാടിയ 2000-2010 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട് വരുന്ന ആ സമയത്താണ് ഇവിടുന്ന് ഈ കോറി നിർത്തലാക്കിയത്. അതിന് പ്രത്യേകിച്ച് അന്ന് വലിയ സമരങ്ങളൊന്നും ആവശ്യം വന്നിരുന്നുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കളക്ടർ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ പരിസ്ഥിതി ശരി ആ ഫ്ലോ അങ്ങ് കിട്ടുന്നില്ല, ഒരിക്കൽ കൂടെ പിടിക്കാം. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലെ നിർത്തിപ്പോയ ഒരു കോറിയുടെ മുന്നിലാണ്. അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഏകദേശം 745 സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള പലവിധ കാലാവസ്ഥാ വൈവിധ്യങ്ങളുള്ള ഒരു പ്രദേശമാണ്, ഒരു മലമ്പ്രദേശമാണ്. ആദിവാസികളും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് താമസിച്ച അതിസാധാരണക്കാരായ മനുഷ്യരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. വളരെ ദുർഘടമായ, ഏറ്റവും പരാജയപ്പെട്ട കുടിയേറ്റം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വളരെ ദുർഘടമായ വലിയ കാലാവസ്ഥാ വെല്ലുവിളികളുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. അവിടെ ഈ 745 സ്ക്വയർ കിലോമീറ്ററിലുള്ള പല ഊരുകളിലായി താമസിക്കുന്ന, പല കുഴികളിലായി താമസിക്കുന്ന മനുഷ്യരുടെ വീടുകളിലേക്ക് അടിസ്ഥാന ആവശ്യങ്ങളായ റോഡ്, വീട്, കുളങ്ങൾ, മതിലുകൾ, അങ്ങനെ എന്തിനും വേണ്ടുന്ന കല്ല് ലഭ്യമാക്കിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കോറികളിൽ ഒന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ ഏകപക്ഷീയമായിട്ട് വളരെ കുറച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് വലിയ ശാസ്ത്രീയ പഠനങ്ങളൊന്നുമില്ലാതെ പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിച്ച ഒരു പ്രദേശം കൂടിയാണ് അട്ടപ്പാടി. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇതുപോലെയുള്ള നിരോധനങ്ങൾ മനുഷ്യരുടെ മേൽ ഇടിത്തിയായി വീണത്. ദുരിതങ്ങളുടെ മഴയത്ത് നിൽക്കുന്ന മനുഷ്യരുടെ മേൽ ഒരു ഇടിത്തിയായിട്ടാണ് ഇത്തരം നിരോധനങ്ങൾ വന്നു ഭവിച്ചത്. അതായത് അന്ന് വരെ അവർ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരം, എല്ലാം അടിസ്ഥാനപരമായിട്ട് എല്ലാം ചേരുന്ന സൗകര്യങ്ങളുമൊക്കെ ചേർന്ന് തങ്ങളുടെ പുതിയ തലമുറയ്ക്കായി ഒരുക്കിക്കൊണ്ടുവന്നിരുന്ന എല്ലാ സാധനങ്ങളുടെയും മേൽ ഇത്തരം നിരോധനങ്ങൾ വെറും തോന്നലുകളുടെ പുറത്ത്, തോന്നലുകളുടെയും വൈകാരികതകളുടെയും പരിസ്ഥിതി യാഥാസ്ഥികതയുടെയും കവിതകളുടെയും ഒക്കെ പുറത്ത് നിരോധിക്കപ്പെട്ട ഒരു വ്യവസായമാണ് ഈ കാണുന്നത്. സാധാരണ വ്യവസായങ്ങൾ പോലെ കുറച്ച് പേർക്ക് തൊഴിൽ നൽകുന്നു എന്നുള്ളതിൽ നിന്ന് അപ്പുറം മാറി വലിയ ഒരു പ്രദേശത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ട അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ അടിസ്ഥാനമായ കല്ല് എടുക്കേണ്ടുന്ന പാറയായിരുന്നു ഇത്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വളരെ സഹതാപത്തോടും പിന്നെ വളരെ ചൂഷണം ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ വേദനിക്കുന്ന, നിങ്ങളിലെല്ലാവരും ആദിവാസി സ്നേഹികളായിരിക്കുമല്ലോ, ആദിവാസികളോട് അനുകമ്പയും സ്നേഹവും പിന്നെ സൗഹൃദവുമൊക്കെ. അവരുടെ തന്നെ ജീവിതത്തിലെ അതുവരെയുള്ള വികസനത്തിനെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായി ഇതിന് മാറുന്ന, അങ്ങനെ ചിന്തിക്കാൻ കഴിയാതെ പോയ ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സാംസ്കാരിക നേതൃത്വമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്.
അതിന് പ്രധാന കാരണം അവരെ സ്വാധീനിച്ച ചിന്തകളും അവരെ സ്വാധീനിച്ച എഴുത്തുകളും അവരെ സ്വാധീനിച്ച പിന്നെ അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്തു തന്നെ ആയാലും ഇന്ന് നമ്മൾ ലോകത്ത് ഇന്ത്യ വളരെ പുറകിൽ നിൽക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സ്പീഡ് റെയിലുകൾ പോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നു. നമ്മൾ അരനൂറ്റാണ്ടോ ഒരു നൂറ്റാണ്ടോ പഴക്കമുള്ള റെയിലുകളിൽ കൂടി പോകുന്നു. ആകെയുള്ള ദേശീയപാത വികസനം പോലെയുള്ള വളരെ ചെറിയ വികസനങ്ങളാണ് നടക്കുന്നത്. മറ്റു പല കാര്യങ്ങളിലും നമുക്ക് ഈ പരിസ്ഥിതി സ്നേഹം, പരിസ്ഥിതി തീവ്രവാദം ഒരു വലിയ തടസ്സമായി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ കോറിയുടെ സ്പെഷ്യലായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള കുന്ന് എന്ന് പറയുന്നത് ഒരു വലിയ മലനിരയൊന്നുമല്ല, ഒരു ചെറിയ ഒരു കുന്നാണ്. ഇതുപോലെ ആയിരക്കണക്കിന് കുന്നുകൾ ചേർന്നതാണ് ഈ അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശം. അതിൽ വലിയ മലകളുണ്ട്. വലിയ മലകളുടെ താഴ്വരയിൽ വലിയ കൂട്ടമായി മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. വലിയ ആഴത്തിൽ മണ്ണ് മാത്രമുള്ള മലകളുണ്ട്. പലതരം പാറകളുള്ള മണ്ണുകളുണ്ട്. പല സ്വഭാവങ്ങളുള്ള മണ്ണുകളുള്ള സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ പല പല വൈവിധ്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതിൽ തന്നെ വളരെ അപകട സാധ്യത കുറഞ്ഞ, വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത, അട്ടപ്പാടിയുടെ മിക്ക പ്രദേശങ്ങളിലേക്കും അക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് ഈ കോറി നിൽക്കുന്നത്. ഇത് നിർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തിപരമായി നഷ്ടമുള്ള ഒരു ആൾ കൂടിയാണ് ഞാൻ. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു റോഡോ ഒരു വീട് ഡെവലപ്പ് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു കുളമോ ജലസേചനത്തിനോ കുടിവെള്ളത്തിനോ ആവശ്യമുള്ള ഒരു കുളമോ നിർമ്മിക്കണമെങ്കിൽ, പാറ ഉൽപ്പന്നങ്ങളോ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ അതിവിടുന്ന് 50 കിലോമീറ്ററോ 60 കിലോമീറ്ററോ ദൂരത്ത് പോയി ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോഴുള്ള ദൂരം നമ്മൾ അളന്നാൽ മതി. 50-60 കിലോമീറ്റർ ദൂരം നിന്ന് വേണം അത് കൊണ്ടുവരാൻ. അതിൻ്റെ ചിലവ്, അതിൻ്റെ സമയം ഇവിടുന്ന് പാറ എടുക്കുന്നതിൻ്റെ 10 ഇരട്ടി ചിലവാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പാറ ഉപയോഗം കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ജോലികളും മാറ്റിവെക്കുകയാണ് ഉണ്ടാവുക. എല്ലാ ജോലികളും നമ്മൾ മാറ്റിവെക്കും. അങ്ങനെ നമ്മളെ പ്രദേശത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വികസനത്തെ മുഴുവനായി ബാധിക്കും എന്നുള്ള ഒരു വലിയ പ്രത്യാഘാതം എല്ലാ മനുഷ്യരും ഇവിടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടെന്ന് കരുതുന്ന എല്ലാ മനുഷ്യരും ഇവിടെ നിന്ന് മാറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലെ അടിസ്ഥാന പ്രശ്നവും ഇതാണ്. അവിടുന്ന് ആളുകൾ മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂടുതൽ പ്രദേശങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും കൂടുതൽ പ്രദേശങ്ങൾ കാട് പിടിക്കുകയും വന്യജീവികൾ അത്തരം പ്രദേശങ്ങൾ കൈയടക്കുകയും മനുഷ്യർ ഇത്രയും നാൾ സംരക്ഷിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇവിടുന്ന് പോകുന്ന മനുഷ്യർ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് ചെന്നുപെടുന്ന ഒരവസ്ഥയുമുണ്ട്. അപ്പം ഇതിന് തൊട്ട് മുമ്പിലുള്ള ഊരിലെ ഭൂരിപക്ഷം ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഈ കോറി ഉണ്ടായിരുന്ന കാലം ഒരു സുവർണകാലമായിരുന്നു. കാരണം തങ്ങൾക്ക് ആവശ്യത്തിന് തൊഴിലും പിന്നെ പൈസയും പിന്നെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല എന്ന് അവർ ഒരുപാട് വട്ടം നമ്മളവിടെ പോയി ചോദിക്കുകയും അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പേർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കോറി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത്. ഇത് ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു ആദിവാസി മൂപ്പനെ കാണാൻ പോയി. അപ്പൻ്റെ സുഹൃത്തായ ഒരു ആദിവാസി മൂപ്പനെ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ 6-7 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രമായി ഉണ്ട്. പിന്നെ മക്കളുടെ പേരിൽ വേറെ സ്ഥലങ്ങളുണ്ട്, പിന്നെ ഭാര്യയുടെ പേരിൽ വേറെ സ്ഥലമുണ്ട്. എങ്ങനെ പോയാലും ഒരു 10 ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ആ 10 ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമയായ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ അന്ന് ചെല്ലുമ്പോൾ, സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീട്ടിൽ ഒരു പായ് വിരിച്ചിട്ടാണ് അയാൾ, ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയിൽ മഴക്കാലത്ത് പാവിരിച്ച് സിമൻറ്റ് തറയിലാണ് അദ്ദേഹം കിടക്കുന്നത്. ആ വീട്ടിലൊരു ഫർണിച്ചർ ഇല്ലായിരുന്നു. ആ വീട്ടിൻ്റെ കൂടുതൽ അവർക്ക് പിന്നെ ഇങ്ങനെ പറമ്പിൽ ഒരു വീടുണ്ട്, ഊരിലല്ലാതെ പറമ്പിൽ ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ആ വീട്ടിലേക്ക് ഉള്ള വഴി
ഇതുപോലെ ഈ പറഞ്ഞതുപോലെ കുറച്ച് കോറി വേസ്റ്റ് ഇവിടുന്നുള്ള പിന്നെ കല്ല് കലർന്ന മണ്ണ് കൊണ്ട് ഇട്ടാൽ പോലും ആ വഴിയിൽ വാഹനങ്ങൾ പോവുകയും അയാൾക്ക് സർക്കാർ സഹായമായിട്ട് എന്തെങ്കിലും കിട്ടുന്ന പൈസ കൊണ്ട് വീട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെയും എത്താനൊരു മാർഗവുമില്ല. ഈ അടിസ്ഥാനപരമായിട്ട് ഒരായുസ് മുഴുവൻ അധ്വാനിച്ച ഒരു മനുഷ്യനെ അയാളുടെ ജീവിതാവസാനത്തിൽ ഒന്ന് സമാധാനപരമായി തല ചായ്ക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കുവാൻ ആർക്കും കഴിയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാൻ കണ്ടെത്തിയത് കോറിയില്ല എന്നുള്ളത് തന്നെയാണ്. പാറ ലഭ്യമാകുക, പാറ എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് ഞാൻ. പാറ ലഭ്യമാവുക എന്നുള്ളത് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ്റെ ഭക്ഷണവും വെള്ളവും പോലെ തന്നെ ഒരു ആവശ്യമാണ്. അതിൽ ഉറച്ചു നിന്നുകൊണ്ടേ മനുഷ്യന് ബാക്കി ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനാവൂ, പ്രതീക്ഷകൾ ഉയർത്താനാവൂ എന്നാണ് ഒരു കർഷകനും ഈ നാട്ടിൽ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനും എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ അനുഭവം അതാണ്. ഞാൻ കാണുന്ന കാഴ്ചകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതാണ്. മനുഷ്യരുടെ പിന്നോക്കാവസ്ഥയിൽ അവരുടെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഭീകരമാണ്. പിന്നോക്കാവസ്ഥകളിൽ നമ്മൾ പാറയില്ലാത്ത ഒരു പ്രദേശത്തെ മനുഷ്യർ അനുഭവിക്കുന്ന ദുഷ്കരമായ കാര്യങ്ങൾ ആലോചിച്ചാൽ ഇവിടെ പാറയുണ്ട്, വളരെ ഈസിയായി അവൈലബിളാണ്, വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ല. എന്നിട്ടും ഭീകരമായ അല്ലെങ്കിൽ കണ്ണില്ലാത്ത മനുഷ്യൻ്റെ ദുരിതങ്ങളോട് തീരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു പരിസ്ഥിതി തീവ്രവാദം നമുക്കുണ്ട്. അതൊരു പ്രാകൃതമായ ബോധമാണ്. പരിഷ്കൃതരായ മനുഷ്യർ അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുത്ത് മനുഷ്യരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഈ കോറികൾ തുറന്ന് പ്രവർത്തിച്ചാൽ ഈ നാട്ടിൽ മനുഷ്യർക്ക് തൊഴിലും അവരുടെ ജീവിതവും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. മനുഷ്യർ അതിനുവേണ്ടി അത്തരം നിയമങ്ങൾ മാറ്റി മതി. ഇതാണ് കോറിയുടെ ഏറ്റവും അപകടങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്ന് ഇതുപോലത്തെ കോറിക്കുളങ്ങളാണ്. ഇത് അപകടമല്ലല്ലോ. ഇതിന് താഴെയുള്ള ചെരുവിലെ മനുഷ്യർക്ക് കുടിവെള്ളമായും കൃഷി ആവശ്യത്തിനും ഒക്കെ വെള്ളം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഈ കോറി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളവും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു കോറി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളവും ഇവിടെ ഉണ്ടാവുകയായിരുന്നില്ല എന്നുള്ളതാണ്. വലിയ ജലസംഭരണികളാണ് സംസ്ഥാനത്തെ കോറിക്കുളങ്ങൾ. നമുക്കൊരു വലിയ വരൾച്ചയെ നേരിടാൻ മാത്രം വെള്ളം പല കോറിക്കുളങ്ങളിലും ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതേത് പഠനം? ഈ പ്രദേശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 745 സ്ക്വയർ കിലോമീറ്റർ നീളമുള്ള വലുപ്പമുള്ള അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്തെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടിന് തറ തുടങ്ങി വീട്ടിലേക്കുള്ള വഴി, വീടിന് താഴെ കുത്തുന്ന കുളങ്ങൾ, ജലസംഭരണികൾ, ആ കുളത്തിൽ നിന്നെടുക്കുന്ന വെള്ളം സംഭരിക്കാനുള്ള ജലസംഭരണികൾ, സുരക്ഷിതമായ മതിലുകൾ, മണ്ണൊലിച്ചു പോകാതിരിക്കാനുള്ള കയ്യാലകൾ എന്നു വേണ്ട ഏത് തരത്തിലുള്ള മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം പാറയാണ്. ആ പാറ ചിലവ് കുറഞ്ഞ് ലഭ്യമാവുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ വികസനത്തിൽ, ആ പ്രദേശത്തെ മനുഷ്യരുടെ വികസനത്തിൻ്റെ ഏറ്റവും കീ പോയിൻ്റ് അതാണ്. അതായത് അതിനെ ഉദ്ദീപിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പോയിൻ്റ് അതാണ്. അവരുടെ പാറ ലഭ്യമാക്കലിന്, പാറയിലുള്ള ലഭ്യത കുറച്ച് കഴിഞ്ഞാൽ തന്നെ ആ പ്രദേശത്തെ പൂർണ്ണമായിട്ടും മനുഷ്യർ വിമുക്തമാക്കാൻ കഴിയും എന്നുള്ള ഒരു കുതന്ത്രമായിരിക്കും ഒരുപക്ഷെ ഇത്തരം ഒരു സംരംഭത്തെ അവസാനിപ്പിച്ച് കളയാൻ കാരണമായിട്ടുള്ളത്. അതിനവർ പല കാരണങ്ങൾ പറയും. പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കുന്നു എന്നുള്ള കാരണമായിരിക്കും ഒന്ന്. നമുക്കിതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതൊരു വലിയ മലനിരയുടെ ചെരുവൊന്നുമല്ല. ഇത് വലിയൊരു പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന പല കുന്നുകളിൽ ഒരു കുന്ന് മാത്രമാണ്. ഇതിൻ്റെ മുകളിലേക്ക് നിരനിരയായി കുന്നുകളൊന്നുമില്ല. എന്ന് മാത്രമല്ല വലിയ തോതിൽ മണ്ണിടിച്ചിൽ സാധ്യതയോ അങ്ങനെയൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇതിന് താഴെ വലിയ തോതിൽ ജനവാസമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശത്ത് വളരെ സുരക്ഷിതമായ മാനദണ്ഡങ്ങളുമായിട്ടായിരുന്നു ഇതിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും കുറച്ച് സാംസ്കാരിക പ്രവർത്തകരും
വളരെ കുറച്ച് ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ചേർന്നിട്ട് ഒരു ദിവസം രാവിലെ അട്ടപ്പാടിയെ മുഴുവനായും പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കുകയായിട്ടുണ്ടായത്. അതിൻ്റെ ഫലമായാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ റെഡ് സോണുകൾ പോലെയുള്ള കാറ്റഗറികളിൽ പെടുത്തിയാണ് അത്തരം മാനദണ്ഡങ്ങളൊന്നുമില്ലാതിരിക്കെ തന്നെ അവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരം നിരോധനങ്ങൾ വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നല്ലൊരു ആംഗിളാണ്. കുറച്ച് ബാക്കോട്ടോ, ബാക്കോട്ട്. നിങ്ങൾ പിന്നെ അട്ടപ്പാടിയിൽ എവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലും ഊരുകളായാലും പിന്നെ സാധാരണ കുടിയേറ്റക്കാരുടെ വീടുകളുടെ അടുത്തായാലും അവർക്ക് പറയാനുള്ള പ്രധാന പരാധീനത എന്ന് പറയുന്നത് അവരുടെ ഈ നിർമ്മാണ വസ്തുക്കളുടെ ചിലവിനെ പറ്റിയാണ്. നമുക്ക് കേരളത്തിൽ എവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ പാറയ്ക്ക് വില കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രദേശമാണിവിടെ. അപ്പോൾ താരതമ്യേന വരുമാനക്കുറവുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് പാറ പോലുള്ള അടിസ്ഥാന പ്രകൃതി വിഭവങ്ങൾ വളരെ ചിലവേറിയതായി മാറുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനർത്ഥം ഇതുപോലെ പൂട്ടിയ കോറികളാണ്. വളരെ ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു വലിയ മലനിരയുടെ താഴ്വാരമല്ല, അല്ലെങ്കിൽ അത്തരം വലിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച സ്ഥലമല്ല. വളരെ മഴ കുറവ് ലഭിക്കുന്ന അനുകൂലമായ മാനദണ്ഡങ്ങൾ, കോറി നടത്താനുള്ള മാനദണ്ഡങ്ങളുള്ള സ്ഥലമാണ്. വളരെയധികം ആൾക്കാർക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. കൃഷി പോലുള്ള മറ്റു പല കാര്യങ്ങളും ഇവിടെ വികസിക്കാത്ത സ്ഥലമാണ്. അപ്പം തന്നെ തൊഴിലിൻ്റെ ആവശ്യത്തിനായിട്ടും ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ വരുമായിരുന്നു. അപ്പോൾ ഈ കോറിയുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് സ്തംഭിച്ചു പോയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പരിസ്ഥിതി തീവ്രവാദമാണ്. ആ തീവ്രവാദത്തിൻ്റെ ഏറ്റവും നഗ്നമായ തെളിവായിട്ടാണ് ഇവിടെ നമ്മളിത് കാണുന്നത്. ഒന്നും അങ്ങ് ശരിയാവുന്നില്ല, എന്നാലും കുഴപ്പമില്ല. കിട്ടോ? താഴെ ഇറങ്ങണം. നേരെ കണ്ട ഒരു ഓസ് പോകുന്നത്, അത് കുടിവെള്ളം എടുക്കാനാ. അതിൻ്റെ താഴെ ഉറവയുണ്ട്. നേരെ ഒരു ഓസ് പോകുന്നുണ്ടോ? അത് പിന്നെ അതിൻ്റെ താഴെ ഒരു ഉറവയുണ്ട്. ഇതിന് താഴെയുള്ള ഒരു 3-4 വീട്ടുകാർക്ക് കുടിവെള്ളം പോകുന്ന ഒരു പരിപാടിയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അവർ വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ കുഴിയിൽ നിന്ന് തന്നെ ഇവർ പിന്നെ ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കണ്ടെത്തുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതുപോലെയുള്ള കോറിക്കുളങ്ങളിൽ അട്ടപ്പാടി പോലെയുള്ള സ്ഥലത്ത് വലിയ ജലസംഭരണികൾ നിർമ്മിക്കാൻ പറ്റും നമുക്ക് മഴക്കാലത്ത് വെള്ളമായിട്ട്. അപ്പോൾ ഈ ആളുകളുടെ വലിയ ആശങ്ക എന്ന് പറയുന്നത് ഇത്തരം കോറിക്കുളങ്ങളിൽ അപ്പോൾ വെള്ളം നിന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, ആ സമയത്ത് വെള്ളം കെട്ടിക്കിടക്കേണ്ടത് ആവശ്യമില്ല. വലിയ മഴയത്ത് നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം. അതിന് മാർഗ്ഗങ്ങളുണ്ട്. ഇതിന് താഴെയുള്ള തോടിലേക്ക് വെള്ളം വളരെ വേഗം എത്തിക്കുകയും ചെയ്യാം. എന്നിട്ട് വേനൽക്കാലത്ത് നല്ല ജലസംഭരണികളായിട്ട് ഇത് ഉപയോഗിക്കാം. ഇപ്പം അതിങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിൽ, ഒരു കോറി എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് അക്കാലത്തെ കുറിച്ചൊന്ന് ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. എല്ലാവരുടെയും കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. പാറ പൊട്ടിക്കാൻ പറ്റുന്നവൻ വന്ന് പാറ പൊട്ടിക്കും. പിന്നെ അതിന് പറ്റാത്തവൻ താഴെ ഒരു ചായക്കടയിടും. അതിന് പറ്റാത്ത ആളുകൾ വണ്ടിയിൽ കിളികളാകും. പിന്നെ ഇത് ചെയ്യും. അങ്ങനെ നൂറുകണക്കിന് തൊഴിലുകൾ അവൈലബിൾ ആയിരുന്നു. ചെറിയ കല്ല് പൊട്ടിക്കുന്നവർ, ചെറിയ ജോലികൾ ചെയ്ത് അങ്ങനെ ഒരു കോറിയുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിനല്ല, നൂറുകണക്കിന് മനുഷ്യർ, നൂറുകണക്കിന് കുടുംബങ്ങൾ അങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാകാനായിട്ട്. അപ്പം ചുമ്മാ ഒരു ദിവസം രാവിലെ പൂട്ടിപ്പോകുമ്പോൾ കുറേ മനുഷ്യരുടെ ജീവിതവുമാണ് പൂട്ടിപ്പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഇപ്പോൾ ഈ കോറി പൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതൽ ആളുകളുടെ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനടുത്തുള്ള ഊരിൽ താമസിക്കുന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. അവിടെ സ്ഥിരമായി പോകുന്ന ഒരു ബാലവാടി ടീച്ചർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പ്രശ്നങ്ങളെന്നല്ല പറയുക, ഒരു സ്ഥലത്തേക്കുള്ള വഴി അങ്ങ് നമ്മളൊരു ദിവസം രാവിലെ അടച്ചാൽ, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും, അവിടെ പിന്നീട് ആ സ്ഥലത്തിന് എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഒരു നിർമ്മാണ വസ്തു, ഏറ്റവും അടിസ്ഥാനം ആവശ്യമുള്ള പാറ പോലെ ഒരു നിർമ്മാണ വസ്തു മനുഷ്യർക്ക് നിരോധിക്കുന്നത്. അതിലെ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് പറയുവാൻ അത്രയും നമ്മൾ വളർന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്ന്? അടച്ചുറപ്പുള്ള ഒരു വീട് വേണം, ആ വീട്ടിലേക്ക് എത്താൻ ഒരു വഴി വേണം, വാഹനം ഓടുന്ന ഒരു വഴി വേണം, രോഗാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു നല്ല വഴി വേണം, ഒരു ജലസ്രോതസ് ഉണ്ടെങ്കിൽ അത് മണ്ണ് വന്ന് മൂടാതെ കെട്ടി സംരക്ഷിക്കാൻ പാറ വേണം, കല്ല് വേണം, പിന്നെ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ, വീടിൻ്റെ തറയൊലിച്ചു പോകാതിരിക്കാൻ മതിലുകൾ വേണം. അങ്ങനെ 100 ആവശ്യങ്ങളാണ് പാറ എന്ന് പറയുന്ന സാധനം കൊണ്ട്. ആ പാറ ഒരു അടിസ്ഥാന ആവശ്യമാണ് മനുഷ്യൻ്റേത് എന്ന് മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യർ നിർമ്മിച്ച ഗവൺമെൻറ്റിനും മനുഷ്യർ നിർമ്മിച്ച നിയമങ്ങൾക്കും സാധിക്കണം. എപ്പോഴോ ഒരു സാധ്യതയുമില്ലാതെ പ്രകൃതി ദുരന്തം, ഈ കോറി കൊണ്ട് എന്തെങ്കിലും പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആഘാതത്തിൽ വേണമെങ്കിൽ നിർത്തിയെങ്കിൽ അതിനൊരു ന്യായം പറയാമായിരുന്നു. ഇതൊന്നുമല്ല, വളരെ വിജനമായി മനുഷ്യരില്ലാതെ, പിന്നെ കാലാവസ്ഥ വളരെ മിതമായ മഴയും പിന്നെ ഇതൊക്കെ കിട്ടുന്ന ഒരു പ്രദേശത്ത്, വലിയ കുന്നുകളുടെ താഴ്വര അല്ലാത്ത ഒരു സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു കോറിയാണിത്. ഇതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങളൊന്നും, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്നില്ല, മനുഷ്യർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നിട്ടും ഇതൊക്കെ പൂട്ടിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ മനുഷ്യരോട്, ആദിവാസികളും മന്ദവാസികളുമായുള്ള സാധാരണ മനുഷ്യരോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണിത്. അത് നമ്മളെ ഈ വിക്കും ഇതൊന്നും അല്ല ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അവകാശമാണോ ആണെന്ന് പറഞ്ഞ പാറ മനുഷ്യാവകാശമാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര ചിരിയും കോമഡിയൊക്കെ ആക്കി കളഞ്ഞ് കുറേ മനുഷ്യരെ എനിക്കറിയാം. അവർ വലിയ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെയാണ്. നമ്മളെന്താ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവാത്തതൊന്നുമല്ല, അവരൊരു ഒരു വിശ്വാസത്തിൽ ഉറച്ചു പോയ മനുഷ്യരായതുകൊണ്ടാണ്. ഇവിടുന്ന് നേരെ ഉത്സവപ്പറമ്പിലേക്ക് പോകും. ആണോ? മൂത്രയിക്കാൻ ആ ഒന്നും എടുക്കാനില്ലല്ലോ.
ഒറ്റ വെള്ളത്തിനെല്ലാം ഇത് അടിപൊളിയാണ്.